ഞാൻ പ്രഷ്യസ് ആയിട്ട് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെമ്മീൻ പരിപ്പ. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സാധനം. ഒരു കിലോയുടെ വില കണ്ടോ? 2350 രൂപ. വർത്താനം മാത്രമായ കാര്യമില്ല. പണ്ടത്തേന് എങ്ങനെയാ മണമൊന്നും പറ്റി എനിക്കറിയില്ല. ആ പൊന്നിന്റെ ഏതാണ്ട് വിലയാണിത്. ഫ്ലാറ്റിലുള്ളവർ ആരെങ്കിലും ഇങ്ങനെ വില്ലയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണോട്ടോ നിങ്ങളുടെ അഭിപ്രായം. എങ്ങനെയുണ്ട്? അടിപൊളി അമ്മയുടെ അതെ. ഞാൻ പ്രഷ്യസ് ആയിട്ട് നിങ്ങളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെമ്മീൻ പരിപ്പ. അതായത് ഇവള് ലുലുന്ന് അവസാനം കണ്ടു കിട്ടി. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന സാധനം. അല്ല, അപ്പയും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനിത് കഴിക്കാനുള്ള പ്രധാന കാരണം വല്യമ്മച്ചി, അതായത് എൻ്റെ അമ്മച്ചിയുടെ ചേച്ചി ചെറായിലുണ്ടായിരുന്നു. ചെറായിലുള്ളപ്പോ വല്യമ്മച്ചി ഞങ്ങളവിടെ ചെല്ലുമ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുമ്പോഴും ഇത് ചെമ്മീൻ പരിപ്പ് ഉണങ്ങിയ സീസൺ അവിടെ ഉള്ള സമയങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ടുപോയി തരും. അവിടെ ചെമ്മീനും മീനും ആണല്ലോ ആ ഏരിയയിലേക്ക്. മുനമ്പം ചെറായിയൊക്കെ കൂടുതലും ബീച്ചും പരിപാടികളൊക്കെ ഉള്ള ഇതല്ലേ. അപ്പം ഒരുപാട് മെമ്മറി ഉണ്ട് അവിടത്തെ പറ്റി പറയാൻ നോക്കിയാൽ. ഇപ്പം ഗ്ലേസ് ചേച്ചി, ആ വല്യമ്മച്ചിക്ക് ഒരു മോളാവുള്ള ഗ്ലേസ് ചേച്ചിയുടെ തന്നെ ഒരു പ്രാവശ്യം ചോദിച്ചു ചെമ്മീൻ പരിപ്പ് ഇപ്പം ഇല്ലല്ലോ ഇനി മോളെ എന്ന് പറഞ്ഞത്. കാണാറില്ല എന്ന് പറഞ്ഞു അവിടെ നിന്ന്. നിയോജന ഏതാണ്ട് ഒരു സമയമായപ്പോ ഇടനാകാലം കൊണ്ട് അത് നിന്ന് പോയി എന്ന് തോന്നുന്നു ആ പരിപാടി. ഇത് ഞാൻ മനസ്സിലാക്കണത് ചെമ്മീന്റെ തലയും വാലും കിള്ളി വെച്ച് ഇത് ഡ്രയറിലായിരിക്കും ചിലപ്പോ. എന്തോ ഇങ്ങനെ ഉപ്പ് ഇടണ്ടോന്നൊന്നും അറിയില്ല, നമുക്ക് നോക്കാം തുറന്നു കഴിയുമ്പോ. ഉണ്ടല്ലേ? അപ്പൊ അങ്ങനെ ഇട്ട് ഡ്രയറിൽ, ഇപ്പൊ ഡ്രയറിലായിരിക്കും. പണ്ടൊക്കെ വെയിലത്തോ എനിക്കറിയില്ല എങ്ങനെയാന്ന് ഉണക്കിയെടുക്കണ, പൾപ്പോട് കൂടി ഉണക്കണ സംഭവം. ഒരു കിലോയുടെ വില കണ്ടോ? 2350 രൂപ. അല്ല, ഞാൻ പറഞ്ഞു കഴിയട്ടെ. അതുകൊണ്ടാണ് അതിന് ഇത്രയും ടേസ്റ്റ് വരാൻ കാരണം. പൾപ്പുണ്ടല്ലോ അതിലിരുന്ന് ഉണങ്ങുമല്ലേ. 2350 രൂപയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണക്കച്ചെമ്മീത്തിന്റെ വില അപ്പൊ ഇന്നാളിവിടെ പറഞ്ഞില്ലേ എന്നാന്നുള്ളത്. അപ്പൊ പിന്നെ ഇതിനിത് വന്നില്ലെങ്കിലല്ലേ അതിശയുള്ളൂ. ഇതിപ്പോ എത്ര ഗ്രാമാന്ന് പറഞ്ഞോ? 120 ഗ്രാമേ ഉള്ളൂ. 357 രൂപ. 150 ഗ്രാം. 150 ഗ്രാമിന് 357 അല്ലേ? 357 രൂപ. ഇവള് അവിടെ കണ്ടു കഴിഞ്ഞപ്പോ സെലക്ട് ചെയ്ത് ഒരു പാക്കറ്റ് എടുത്തോണ്ട് പോകുന്നതാ. ഏറ്റവും വില കുറഞ്ഞത് അവിടെ പാക്കറ്റ് വെയിറ്റ് വെച്ചായിരിക്കും വില. അപ്പൊ അത് വാങ്ങിച്ചോണ്ട് വന്നതാണ്. എനിവേ നമുക്കിത് തുറക്കാം. തുറന്ന് വർത്താനം മാത്രമായ കാര്യമില്ല, സമയം നീങ്ങിക്കൊണ്ടിരിക്കുക, ബാക്കി പരിപാടികൾ നോക്കണം. ഇപ്പൊ നമുക്കിത് എടുക്കട്ടെ. ഞാനിത് ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. പക്ഷെ അന്നത്തെ കാലഘട്ടത്തില് ഇതിന്റെ മറ്റു പരിപാടികളൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. തിരുമറയിൽ കൊണ്ടുവരുമ്പോ ആ ഗ്രാൻഡ് മദർ അമ്മ ഉണ്ടാക്കും, വറക്കും. കോട്ടപ്പടി ചെല്ലുമ്പോ ചിന്നമ്മമായി ജിബിച്ചാച്ചന്റെ അമ്മ ഇങ്ങനെ വറുത്തെടുക്കും. അപ്പൊ ഞങ്ങളിത് കഴിക്കുക മാത്രമേ ഉള്ളൂ. ചെറായി ചെല്ലുമ്പോ വല്യമ്മച്ചിയും ഗ്ലേച്ചേച്ചിയൊക്കെ അത് ചെയ്യണത്. അപ്പൊ പിന്നെ അതൊന്നും കഴിക്കണ പരിപാടി എനിക്കുള്ളൂ. അപ്പനെ ഇങ്ങനെയൊന്ന് കാണിക്കുക ഈ ഫോമിൽ. ഇതേ കടുപ്പും കണ്ടോ? അതെ, നല്ല കടുപ്പമുണ്ട്. അത് ആ പൾപ്പോട് കൂടി ഉണങ്ങണോണ്ടാ. അപ്പനെ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അപ്പൊ ഉണമുറിയിൽ ഇരിപ്പുണ്ട്. ഇത് കണ്ടോ? ഇതൊക്കെ മുഴുത്തതാ. ഇത് ഡ്രയറിൽ തന്നെ അത്രയ്ക്ക് നീറ്റായിട്ട് ഇത് ചെയ്യണതാ. ഇത് കണ്ടാൽ തന്നെ അറിയാം നമുക്ക്. അപ്പൊ പടം പിടിച്ചോ, ഇന്ന് പിടിച്ചു നോക്കി ഒരെണ്ണം. ഉണക്കച്ചെമ്മീത്തിന്റെ മണമുണ്ട്. അത് പിന്നെ ചെമ്മീൻ ഉണക്കച്ചെമ്മീന്റെ മണം ഉണ്ടാവും. അതൊന്നുമില്ല. ലുലു അല്ലേ, ഇവിടെ മണം വരുമോ? പണ്ടത്തേന് എങ്ങനെയാ മണമൊന്നും പറ്റി എനിക്കറിയില്ല. നിങ്ങളെ പറഞ്ഞില്ലേ വറക്കണം പോലും നോക്കാറില്ല, തിന്നും. ആ കാലഘട്ടം അതാണല്ലോ. തീറ്റയുണ്ട്. അല്ല, ഇതൊക്കെ കിട്ടുമ്പോ പിന്നെ എന്തിനാ? ചിലതൊക്കെ നല്ല വലുതുള്ളതുകൊണ്ട് കിട്ടതേ. ഇതിപ്പോ ഒരേ ഷേപ്പിലായിരിക്കുമല്ലോ എല്ലാ ചെമ്മീനും ഇരിക്കുന്നത്. അപ്പൊ കുറച്ചിങ്ങനെ ഇടുക കേട്ടോ. മുഴുവൻ ഇടാൻ പോവാ. അത്രയൊന്നുമില്ല. ഇത് പോരെ? പോരെ? ഇപ്പൊ തന്നെ ഇത്രയും വിലയുള്ള സാധനം തുറന്നു വെക്കാൻ പറ്റൂല. കഴുകി ഉണങ്ങിയിരിക്കുന്ന കുപ്പിയാട്ടോ. ഡ്രൈ ആയിട്ടുള്ള കുപ്പിയിൽ ഇടുക. അതൊക്കെ ഇനി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കമന്റുകൾ അതിന് വരും, റിപ്ലൈകൾ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല കമന്റുകൾ, കാരണം ഉണങ്ങിയ കുപ്പിയിൽ ഇടാവോളെന്ന് എല്ലാ വ്യക്തികൾക്കും അറിയാം. ഞാൻ പിന്നെ പറയുമ്പോ സാധാരണ പറയും പോലെ അങ്ങ് പറഞ്ഞു പോണതാണ്. അതുകൊണ്ടാണ് ചില സംഗതികൾ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളും പറയണത് കേട്ടോ. ഇതൊന്ന് കഴിക്കാനാണ് ഞാൻ എക്സൈറ്റഡ്. അമ്മ പറഞ്ഞിപ്പോ എനിക്കും ഇത് കഴിക്കണമെന്നായി. പോരാവേ, പോരാ. ഞാനില്ലേ ഇന്നാളിങ്ങനെ മുട്ട പൊട്ടിച്ച് ഇത് ചെയ്യണത് മീനിന്റെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അപ്പറേ ഷൈലയോട് പറഞ്ഞേ, ഷൈല എനിക്കിങ്ങനെ ഇത് കഴുകി കഴിഞ്ഞാൽ ഈ സിങ്കിലൊഴിക്കണം ഒട്ടും ഇഷ്ടമല്ല, ഈ സ്മെല്ല് വരും. നമുക്ക് പിന്നെ പുറത്തും ഒക്കെ സൗകര്യങ്ങളുള്ളതുകൊണ്ട് സൗകര്യം ഈ ഫ്ലാറ്റിലൊക്കെ ഉള്ളവർ എങ്ങനെയായിരിക്കും എന്ന് ഇങ്ങനെ ചോദിച്ചു വെറുതെ. ഫ്ലാറ്റിലുള്ളവർ ആരെങ്കിലും ഇങ്ങനെ വില്ലയിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടണോട്ടോ നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിപ്പോ ഇവിടെ തൊട്ടിലുണ്ട്, നമുക്ക് സ്ഥലവും പുറത്ത് ടാപ്പും തൊട്ടിലും സൗകര്യം ഉള്ളതുകൊണ്ട് ആ കുഴപ്പങ്ങളൊന്നുമില്ല. ഇങ്ങനെ ചെയ്യാം. ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്നവർ നമ്മുടെ വീഡിയോ എന്തായാലും കാണണുണ്ടല്ലോ. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ചെയ്യണേന്നൊക്കെ ഒന്ന് പറയാട്ടോ. കഴുകി ഒഴിച്ചേച്ച് എൻ്റെ സ്മെല്ല് പോവാൻ എന്നാ നിങ്ങൾ ചെയ്യണേന്നുള്ളത്.
ജസ്റ്റ് ഫോർ ഇൻഫർമേഷൻ കേട്ടോ. പൊന്നിനില്ല എത്രയും വില. അതെ ശരിയാ, അത് ആ പൊന്നിന്റെ ഏതാണ്ട് വിലയാണിത്. പോരെ, മതി. ഉപ്പൊന്നും ഓവറില്ല. ഓവറില്ല. അത് ചിലപ്പോ ലുലൂല് ഇതായിട്ടല്ലേ ചെയ്യണത്. ബാബാ ഇന്ന് മിക്കവാറും പ്ലേറ്റ് കാലിയാവും. അതുകൊണ്ടാ ഇത്ര എടുത്തത്. ചോറും എല്ലാരും ഉണ്ണും. മോരുകാച്ചും ഉണ്ട്. അപ്പ ഇന്ന് തകർക്കും. മോരുകാച്ച് ഇതിന്റെ കൂടെ കോമ്പിനേഷൻ. അപ്പയ്ക്ക് അത്ര അറിയില്ല. ഇല്ല. അപ്പ എപ്പോഴും എന്നോട് ചോദിക്കാണ്ട് എന്നെ ഈ ചെമ്മീ പരിപ്പെന്നു. ബാ ഇനി പോരെ, നമ്മള് തൊട്ടിലിൽ കഴിച്ചു. ലാസ്റ്റ് ഇവിടം കഴുകുള്ളൂ. ഡ്രൈഡ് പ്രോൺസ് മീറ്റ്. അതെ ഇച്ചിരി ഇഞ്ചി പേസ്റ്റ്, എല്ലാത്തിന്റെ പേസ്റ്റുകളാണ് പേസ്റ്റ് ആട്ടോ ഇടണേ. അപ്പൊ പിന്നെ ഇനി രുചിയുടെ കാര്യം പറയണ്ട. ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ കുക്കിംഗ് രീതിയൊന്നും എനിക്കറിയില്ല. ഞാൻ ഉണക്കച്ചെമ്മീൻ മറക്കും പോലെ ഇത് ചെയ്യാൻ പോണേ. കാരണം ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവരുമ്പോ അന്ന് ഞാൻ ചെറിയ കുട്ടിയൊന്നും അല്ല, ചെറിയ ആളല്ലേ. അതപ്പോ ഇത് വറക്കുമ്പോ കഴിച്ചോണ്ട് നടക്കും. ഇത് പിരിയമുളകാണോ? അല്ലല്ല, പിരിയമുളക് ഇതിന് ചേർക്കണ്ട. ഇതിന് കളറൊന്നും കിട്ടണ്ടല്ലോ. ഇച്ചിരി എരിവ് വേണം. ദേ മഞ്ഞപ്പൊടി ഇച്ചിരി മഞ്ഞപ്പൊടി വേണം കേട്ടോ. ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം. ഇതേ ഇച്ചിരി വെളുത്തുള്ളി പേസ്റ്റ് മീതെ ഇപ്പം ഇട്ടേക്കണേ. ഇനി ഞാൻ ചെയ്യാൻ പോണത് കൈ കൊണ്ട് ശരിക്കും ഞരടുക. ദേ കഴുകിയ കൈ കൊണ്ട് ദേ. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് വറക്കാം. അതിലേക്കൊന്ന് പിടിക്കണ്ടേ. ഉണക്കിയാണെങ്കിലും ഒന്ന് സ്വല്പം ഒന്ന് കയറും. എന്തായാലും പിടിച്ചില്ലെങ്കിൽ പിന്നെ അത് തരുമെന്ന് ഇങ്ങനെ ആവൂലേ. പച്ചച്ചെമ്മീൻ മറക്കുമ്പോൾ എപ്പോഴും പുളിമൂട്ടിലെ അമ്മാമ്മ പറഞ്ഞു തന്ന പോലെ ഇച്ചിരി മസാലകളൊക്കെ ചേർത്ത് ഇച്ചിരി റവ ചേർക്കും. ഇതിനത് വേണ്ട, ഉണക്കച്ചെമ്മീത്തിലേക്ക് അത് കയറൂല. അപ്പം അതിൻ്റെ ആവശ്യമില്ല. ഇതിങ്ങനെ തിരുമ്മി ആ ഉപ്പ് ഇതിൽ ഓൾറെഡി ഉണ്ട്. ഇനി കുറവാണോന്ന് ഒന്ന് വേണ്ട കുറവല്ല, അത് കറക്റ്റ് ഉപ്പാ. ഇനി ചേർത്താൽ കൂടുതലായി പോകും. ഉപ്പുണ്ട്. അല്ല ഞാൻ വെള്ളത്തിൽ കഴുകിയോണ്ട് നോക്കിയത് ഉപ്പുണ്ട്. ഇനി ഞാനേ ഒന്ന് അടപ്പ് കൊണ്ട് മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് വറക്കാൻ നേരത്ത് കാണിക്കാം. ഇപ്പൊ 10:55 11:05 വറക്കാം കേട്ടോ. വറക്കാനൊന്നുമില്ല, പെട്ടെന്നാവും. ഒന്ന് മൂടി വെക്കട്ടെ കേട്ടോ. സോസർ എടുത്തോണ്ടൊന്ന് മൂടി വെക്കാം. അപ്പൊ അതിന് കുറച്ച് ചുമന്നുള്ളിയും വേപ്പിലയും വഴറ്റി ചേർക്കാനുണ്ടത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇത് വറുത്ത് കഴിയുമ്പോൾ ആ എണ്ണയിൽ വറുത്ത് പോരണം. ഓക്കെ, ഇതൊക്കെ പെരട്ടി വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഗതി മറന്നുപോയത്. ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർക്കാന്നാണ്. അപ്പൊ എരിവുമുളക് പൊടി ചേർത്തേക്കണോണ്ട് അധികം കുരുമുളക് ചേർത്താ കഴിക്കാൻ പറ്റൂല. അത് ഇത് പോരെ. അപ്പൊ ഒരു പൊടിക്ക് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. വറുത്ത് കഴിഞ്ഞിട്ട് അതിന്റെ മീതെ ഇട്ടാൽ കൊള്ളൂല. ഇത് നേരത്തെ മുട്ട ബുൾസൈയുടെ പോലെ അല്ലല്ലോ ഇത്. ഇനി മതി. ഇനി നമുക്കൊരു 5 മിനിറ്റോടെ കഴിയട്ടെ. ഇപ്പൊ തന്നെ നല്ല മണം. എനിക്കിപ്പോ തന്നെ തിന്നാൻ തോന്നുന്നു. ഒരു 35 വല്യമ്മച്ചി മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ഒരു 35 വർഷം മുമ്പ് കഴിച്ചേക്കണ ഓർമ്മയാണ്. അതിന്റെ പിന്നിലേക്കാണ് ഞാൻ പോകുന്നത്. കഴിക്കുമ്പോ അമ്മയ്ക്ക് വളരെയധികം നൊസ്റ്റാൾജിയ. അതെ. വല്യമ്മച്ചി ഇല്ല, ഗ്ലേസ് ചേച്ചി കേട്ടോളൂ. ഇനിതേ തവയില് വെളിച്ചെണ്ണ ഒഴിച്ചു, ചൂടായി. വെളിച്ചെണ്ണയാട്ടോ, വെളിച്ചെണ്ണയാ. ദേ ഇടുവാണേ. ഇതിപ്പോ കുറച്ചോ ഉള്ളല്ലോ. മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ ഉള്ളിയല്ല, അത് ഇത്രയും മതി തൽക്കാലം. പിന്നെ ചുവന്നുള്ളി ഇതൊക്കെ മൂപ്പിക്കണില്ലേ, സാധനം ഇത്രയും മതി. നമ്മള് ഉണക്കമീൻ ഒരുപാട് കഴിക്കൂലല്ലോ, ഇതുപോലെ ഉണക്കച്ചെമ്മീൻ. സാധാരണ കറികൾക്ക് ഇടുന്ന ഉപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം, ഈ ലുലുന്ന് നമ്മൾ മേടിക്കുന്ന ഉണക്കമീൻ പാകത്തിന് ഉപ്പാ. ഉണക്കമീൻ ലുലുന്ന് പണ്ട് പച്ചമീൻ മേടിക്കാതിരുന്ന ഒരു സമയമല്ല. അന്നേരം നീ മേടിച്ചോണ്ട് വരുമ്പോ ചില പാക്കറ്റില് ഫിഷ് ആഡഡ് അല്ല സോൾട്ട് ആഡഡ് എന്ന് കാണും. ചിലതില് ഇങ്ങനെ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ അല്ല ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് സോൾട്ട് ആഡഡ് എന്നും ചിലതിൽ നോ സോൾട്ട് എന്നും എഴുതാറുണ്ട് അവരില്ലേ. അങ്ങനെ അവിടെ ഒരു പ്രത്യേകത ഉണ്ടത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അധികപ്പറ്റ് ഉപ്പ് കാണാറില്ല. അതെ. നല്ല മണം വന്നണ്ടോ. ഞങ്ങൾക്ക് മണം അടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ വയ്യ കേട്ടോ. എനിക്ക് ഭയങ്കര ഓർമ്മയത്. ഏകദേശമൊക്കെ റെഡി ആയല്ലേ? റെഡിയായി മതി. ചൂടുണ്ട് ചെറിയ. ഇനി ഒന്നും മൂക്ക് വരുന്ന ഇത് മതി. നമുക്കിത് ഇങ്ങനെ ഇതെങ്ങനെ അങ്ങ് വെക്കാം കേട്ടോ. ആ എണ്ണ ഉണ്ടോ കറക്റ്റായിരുന്നു. ഉള്ളി മൂപ്പിക്കാൻ വേറെ എണ്ണ ഒഴിക്കണം. ഇനി ഒഴിക്കണം അല്ലേ? പിന്നെ ഇതിലല്ലാണ്ട് ഉള്ളി മൂക്കണം എങ്ങനെയാ? കുറച്ച് നമ്മൾ എണ്ണ ഒഴിച്ചോളും. ആ എണ്ണ മതിയായിരുന്നു. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക്
ചുവന്നുള്ളിയും വേപ്പിലയും മൂപ്പിച്ച് ഇതിൽ ചേർക്കണം. അത് കാണിക്കാം നമുക്ക്. എന്നിട്ട് മിക്സ് ചെയ്യുക. അതെ, രുചിയില്ലേ? ഇനി മേനി മിനിക്കാനും രുചി കൂട്ടാനും എന്റെ ഭാഷ കേട്ടോ. കുറച്ച് കൂട്ടാനും ഐറ്റത്തിന്റെ ലെവല് കൂട്ടുക തന്നെയല്ല, ചുമന്നുള്ളി ആകുമ്പോ ടേസ്റ്റ്. എല്ലാവരും നമ്മള് സവോള ഇട്ട് ചേർക്കുമ്പോൾ എല്ലാവരും ഞങ്ങളോട് സബ്സ്ക്രൈബേഴ്സ് പറയാറുണ്ട് ചുമന്നുള്ളി ചേർക്കാൻ, ചുമന്നുള്ളി ചേർത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ചുമന്നുള്ളി നന്നാക്കി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ചുമന്നുള്ളി ചില ഐറ്റത്തിന്. സാമ്പാറിനൊക്കെ ഉള്ളി സാമ്പാർ സൂപ്പർ അല്ലേ? അപ്പൊ തോരൻ ഏതാണ്ടൊക്കെ ചേർത്തപ്പോ ആരോ പറഞ്ഞു ചുമന്നുള്ളി ചേർത്താൽ നല്ലത്. ശരിയാ, അറിയാം. ഞാൻ സവോള ചേർത്താലും ഒപ്പിക്കാവുന്നതിന് സവോള ചേർക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വന്നുകൊണ്ടിരുന്ന ആള് കുറച്ച് നാളത്തേക്ക് ഒരു ഗ്യാപ്പായിരുന്നു, വേറെ ഒരു അസൗകര്യം വന്നു. അന്നേരം പിന്നെ ഇവള് ക്ലീൻ ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് എൻ്റെ നഖം മുറിഞ്ഞു പോയത് കൊണ്ടേ, നഖമാണ് സവോളയുടെ തൊണ്ട് കളഞ്ഞാൽ മൂക്ക് അറ്റം ചെത്തി അന്നേരം നഖത്തിന്റെ കുറച്ച് പോകുന്നത്. അതുകൊണ്ട് നന്നാക്കാൻ മേലാതിരുന്നതുകൊണ്ട് ആ സമയങ്ങളിലെല്ലാം വെളുത്തുള്ളിയും ചുമന്നുള്ളിയും ക്ലീൻ ചെയ്ത് മേടിക്കുമായിരുന്നു. ഇപ്പം 2 ആഴ്ചയായിട്ട് പുള്ളിക്കാരത്തി വന്നു തുടങ്ങിയത് കൊണ്ട് ഇനി എനിക്ക് കുഴപ്പമില്ല. എന്നാലും എല്ലാത്തിനും ചുമന്നുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. ഈ ചില സംഗതികൾക്ക് ചുമന്നുള്ളി വേണ്ടതിന് അത് തന്നെ വേണം. കറി ഉലർത്താനും തോരനും ഒക്കെ സവോള ചേർത്താലും ചുമന്നുള്ളി വേണമല്ലോ. അപ്പൊ ഞാൻ അഭിപ്രായം പറഞ്ഞ കേട്ടോ, ഉള്ളി എപ്പോഴും ശരീരത്തിന് നല്ലത് തന്നെ. നിങ്ങള് പറഞ്ഞ അഭിപ്രായത്തിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കണം കേട്ടോ. നോക്കട്ടെ, മൂത്ത് കഴിയുമ്പോ കറിവേപ്പില ഇടാം കേട്ടോ. ലാസ്റ്റ് പൂശി വേപ്പില കഴുകി വെള്ളം മാലാനൊക്കെ വെച്ച് വെള്ളം കുറച്ച് വാർന്നു, എന്നാലും ഒന്നൊക്കെ പൊട്ടിയിട്ടോ. ഞാൻ ഈ വേപ്പില പറിച്ചേ കഴുകിയേച്ച് ഞാൻ ഫ്രിഡ്ജിൽ വെക്കൂല. നിങ്ങളൊക്കെ എങ്ങനെയാ വെക്കണമെന്നൊന്ന് പറ. എൻ്റെ കാഴ്ചപ്പാടില് കഴുകി വെച്ച് കഴിഞ്ഞാൽ ഇല പെട്ടെന്ന് ഇങ്ങനെ ചിത്തിയായി പോകുന്ന എൻ്റെ ഉള്ളിലിരിക്കണത്. അങ്ങനെയാണ് എനിക്ക് തോന്നണത്. അതുകൊണ്ട് ഞാനെപ്പോഴും എടുക്കണതിന് മുമ്പേ ആവശ്യമുള്ള ഇല കഴുകി എടുക്കുള്ളൂ. അതുപോലെ പച്ചമുളക് ഞാൻ കഴുകി വെക്കാറില്ല കേട്ടോ. എടുക്കുമ്പോ കഴുകിയേച്ച് കട്ട് ചെയ്തെടുക്കും. അപ്പൊ ആദ്യം ഞാൻ കരുതിയത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഉള്ളി ഇട്ട് ശരിയാക്കി എടുക്കാന്ന്. അപ്പൊ ഇതിനകത്തേക്ക് ഇട്ട് കുലുക്കി കഴിഞ്ഞാൽ ശരിയാവൂല, പാത്രം ചെറുതാ. അപ്പൊ ഇച്ചിരി എണ്ണയും കൂടെ പിടിച്ചിരിക്കണത് നല്ലതുവാ. ഉണക്ക മീൻ വറുത്തല്ല, അത് ഉണക്ക ചെമ്മീനല്ലേ, ഉണക്ക ചെമ്മീനല്ല കേട്ടോ, പരിപ്പ്, ചെമ്മീൻ പരിപ്പല്ലേ. അപ്പൊ ഇച്ചിരി എണ്ണമയം ഉള്ളത് നല്ലതാ ഇതിന്, പച്ചയല്ലല്ലോ. അപ്പൊ ഇതിലേക്ക് ഇട്ടങ്ങ് മിക്സ് ചെയ്ത് വെച്ച് ചോറ്റു പാത്രത്തിലേക്ക് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ചോറുണ്ണാൻ നേരത്തെ എടുക്കുക. എങ്ങനെയുണ്ട് അമ്മയുടെ? പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്കിതിൻ്റെ പ്രിപ്പറേഷനൊന്നും ഞാൻ എൻ്റെ വീട്ടിലോ മറ്റുള്ള ചെറായിൽ വെച്ചോ എൻ്റെ വീട്ടിൽ വെച്ചോ കോട്ടപ്പടിയിൽ അമ്മച്ചിയുടെ വീട്ടിൽ വെച്ചോ കഴിക്കുമ്പോൾ ആര് പ്രിപ്പറേഷൻ നോക്കണം? കഴിക്കാൻ തന്നെ ഇഷ്ടം പോലെ വാരി തിന്നണം. അന്ന് ഇതിൻ്റെയൊക്കെ ലഭ്യത ഇഷ്ടം പോലെ വെല്ലുമിച്ച് കൊണ്ടുപോകുന്നതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കോസ്റ്റ് ഒന്നും അറിയില്ല. അന്നും ഈ സംഭവത്തിന് കോസ്റ്റ് ഉണ്ടാവും. അന്നത്തെ വിലയും നല്ല വിലയായിരിക്കും. ഇന്ന് പിന്നെ ഇപ്പം 2000-ന് മേലെ 1 കിലോയ്ക്ക് ഇതിന്റെ വില. നമ്മൾ 150 ഗ്രാമിന് 357 രൂപ. അപ്പൊ അത് മേടിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിന്റെ കോസ്റ്റ്. അപ്പൊ നമുക്കത് ഊഹിക്കുക എന്നാന്ന് വെച്ചാൽ പൾപ്പല്ലേ ഉണങ്ങണത്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ ഇവരുടെ ആകുമ്പോ ചിലപ്പോ ഡ്രയറിലായിരിക്കും അല്ലേ, ആയിരിക്കാം. അതൊന്നും നമുക്കറിയില്ല, അല്ല അതൊന്നും നമുക്കറിയില്ല. പക്ഷെ എനിവേ വളരെ നന്നായിരിക്കണം സാധനം. തിന്നു നോക്കിക്കേ, അപ്പയ്ക്കും കൊടുക്കാം. വായിൽ കിടന്ന് കടിക്കുക, പറയാൻ പറ്റില്ല. അതുകൊണ്ട് അപ്പൊ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ സ്വാദിഷ്ടമായ എൻ്റെ ഭാഷയിൽ ചെമ്മീൻ പരിപ്പ് ഫ്രൈ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പേര് വിളിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാ കേട്ടോ. സാധാ ഉണക്കച്ചെമ്മീൻ അല്ല കേട്ടോ. അല്ല, അതെ, ഇന്നാരും തെറ്റിദ്ധരിക്കരുത്. ഫ്ലഷ് ഉള്ള ഉണക്കച്ചെമ്മീൻ്റെ ഇതാണ്. അതിന്റെ ലേബല് കാണിച്ചിട്ടുണ്ട് നമ്മള്. മതി. എൻ്റെ വെറുതെ അവിടെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വെച്ചതാട്ടോ. ഇനി ഉണ്ണുമ്പോൾ വേണമെങ്കിൽ കാണിക്കാം. ഇച്ചിരി ഇട്ടേക്കാം. എന്ത് ടേസ്റ്റ് ആയിരുന്നു എന്നറിയോ ചെമ്മീൻ പരിപ്പിന്? പറഞ്ഞറിയിക്കാൻ വയ്യ. പക്ഷേ ഫ്രൈ ചെയ്ത അപ്പം തന്നെ കഴിക്കാനായിരുന്നു കുറച്ചും കൂടി ടേസ്റ്റ് എന്ന് എനിക്ക് തോന്നി. അതിന് ശേഷം ആയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ഇച്ചിരി കടുപ്പം വന്നു കേട്ടോ. അതെനിക്ക് തോന്നുന്നത് നല്ല ഫ്ലഷുള്ള ചെമ്മീനല്ലേ ഉണങ്ങുന്നത്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഒരു ഇത്തിരി കടുപ്പം പോലെ ഫീൽ ചെയ്തത്. അപ്പോൾ ചെമ്മീൻ പരിപ്പ് കുക്ക് ചെയ്ത് ഇതുപോലെ ഫ്രൈ ഒക്കെ ചെയ്ത് കഴിക്കുന്നവർ, നന്നായിട്ട് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറയണം കേട്ടോ. എന്തെങ്കിലും ചേഞ്ചസ് ഇനി ഇത് നമ്മൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാനുണ്ടോ എന്നുള്ള കാര്യങ്ങൾ. ഇതുപോലെ അല്ലാതെ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരണം കേട്ടോ. കാരണം ചെമ്മീൻ പരിപ്പൊക്കെ ഇപ്പോൾ ഭയങ്കര അപൂർവ വസ്തുവല്ലേ. ഡ്രൈഡ് പ്രോൺസ് മീറ്റ് എന്നാണ് അതിനകത്ത് എഴുതിയിട്ടുള്ളത്. ചെമ്മീൻ പരിപ്പെന്ന് നമ്മൾ പറയുന്ന പേരാണ് കേട്ടോ.